ഡോക്ടർ ജിജു പി അലക്സ്, ഇതിപ്പോൾ ഒരു ഏറ്റവും മഹത്തായ രാജ്യങ്ങളുടെ ഒരു മികച്ച ഗ്രാമീണ തൊഴിലുറപ്പ് അവകാശമായ പദ്ധതിയായിരുന്നു. ഇപ്പോൾ അത് സംസ്ഥാനങ്ങളുടെ തോളിൽ വെച്ച് അവരുടെ ബാധ്യതയിലേക്ക് അതിനെ മാറ്റപ്പെടുന്നതോടെ യഥാർത്ഥത്തിൽ ഈ വലിയ ആശയം, ആ വലിയ പദ്ധതി വല്ലാതെ താഴോട്ട് പോവുകയാണ്. അതെ, ഞാനത് നേരത്തെ സൂചിപ്പിച്ചു. ഞാനിതിനെ കാണുന്നത് നമ്മൾ ഇന്ത്യ അന്നത്തെ വിശേഷമായ സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ അന്നത് ഇടതുപക്ഷത്തിൻ്റെ കൂടി ഒരു സഹായത്തോടു കൂടിയും അവരുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് അന്നത് രൂപപ്പെട്ടു വന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപജീവന സുരക്ഷാ പദ്ധതിയായിരുന്നു അത്. എന്തുകൊണ്ടാണ് ഈ ഉപജീവന സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നതെന്ന് ഈ പറഞ്ഞ പുതിയ നിയമം വരുമ്പോൾ കൂടുതൽ വ്യക്തമാവും. ഉദാഹരണത്തിന്, ഈ പെട്ടെന്നുണ്ടാകുന്ന ആഘാതങ്ങൾ അത് സാധാരണ കുടുംബങ്ങളെ വല്ലാതെ ബാധിക്കും, പാവപ്പെട്ടവരെ. ഇപ്പം അതിദാരിദ്ര്യത്തെ സംബന്ധിച്ച് കേരളം ചർച്ച നടത്തിയ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ വ്യാകുലപ്പെട്ടത് യാതൊരു സാധ്യതയുമില്ലാത്ത നിരാലംബരായിട്ടുള്ള മനുഷ്യർക്ക് എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നമാണ് നമ്മൾ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അതിന് സമാനമായ രീതിയിലുള്ള ഒരു കാര്യം ഈ തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ട്. കാരണം പെട്ടെന്ന് വരുമാനം ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി ആശ്വാസമായിരുന്നു ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക്, ഇന്ത്യയിൽ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ ഈ നിബന്ധനകൾ കൊണ്ടുവന്നതോടെ നമുക്ക് ഈ തരത്തിൽ പെട്ടെന്ന് ഈ പറഞ്ഞ ഒരു ഡിമാൻഡ് ഡ്രിവണായിട്ട് നമുക്കൊരു ആവശ്യത്തിനനുസരിച്ച് തൊഴിൽ ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയാണ്. എന്താ കാരണം? ഒന്ന്, അത് ഗ്രാമീണ തലത്തിലെ വികസന പദ്ധതികളുമായിട്ട് ചേർന്ന് വേണം ഉണ്ടാക്കാൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 or 5 നിർദ്ദിഷ്ട മേഖലകളിലുള്ള വികസന പദ്ധതികളിലാണ് അത് സാധ്യമാവുക. 3, ഈ തരത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് ഇവിടുത്തെ പ്രത്യേകിച്ച് ദരിദ്ര ജനവിഭാഗങ്ങൾ എത്ര പേര് അറിയുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ബീഹാറിലോ ഏതെങ്കിലും ഒരു പിന്നോക്ക സംസ്ഥാനത്തോ ഗ്രാമീണ തലത്തിലുണ്ടാകുന്ന വികസന പദ്ധതികൾ അവിടുത്തെ ദളിതർ അറിയുന്നുണ്ടോ? അവിടുത്തെ ആദിവാസികൾ അറിയുന്നുണ്ടോ? ഈ പറയുന്ന വിഭാഗങ്ങളെ കൂട്ടി ചേർത്തുകൊണ്ട് ഈ പദ്ധതികൾ ഉണ്ടാക്കുമ്പോൾ മാത്രമല്ലേ അതിൽ നിന്ന് തൊഴിൽ അവർക്ക് ലഭിക്കാൻ കഴിയൂ. ഒരു ഗ്രാമപ്രദേശത്തുണ്ടാകുന്ന ആസ്തികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇനി തൊഴിൽ ലഭിക്കുക. എന്തുകൊണ്ടാണ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു, എന്താണ് ഇതിനകത്ത് ഗ്യാരൻറ്റിയുടെ പ്രശ്നമുള്ളത്? ഗ്യാരൻറ്റി എന്നൊരു വാക്കുണ്ട്, പക്ഷേ മറ്റേത് നിർബാധമായ നിരുപാധികമായ ഗ്യാരൻറ്റി ആയിരുന്നു, പൂർണ്ണമായ ഉറപ്പായിരുന്നു. പക്ഷേ ഇവിടെ അതല്ല, ഉപാധികളോടെയുള്ള ഉറപ്പാണ്. പക്ഷേ ആ ഉപാധികൾ പാലിക്കുന്നതിൽ വലിയ തോതിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും സംസ്ഥാനങ്ങൾ നേരിടുമെന്നുള്ളതാണ്. 1-2 ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു. ഒന്ന്, ഗ്രാമീണ പദ്ധതി ഉണ്ടായെങ്കിലേ പറ്റൂ. ഗ്രാമപ്രദേശത്തിൽ ആസ്തി നേരത്തെ പറഞ്ഞു. നമ്മുടെ സമയം കൂടി കണ്ടുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ. ഈ സംസ്ഥാനങ്ങൾക്ക് ഒരു വലിയ സാമ്പത്തിക ബാധ്യത വരുന്നതോടുകൂടി ഈ വലിയൊരു പദ്ധതി, മറ്റത് കേന്ദ്ര പദ്ധതിയായിരുന്നു, കേന്ദ്രമായിരുന്നു പൂർണ്ണമായും അതുമായി ബന്ധപ്പെട്ട വേതനം താഴോട്ട് സംസ്ഥാനങ്ങൾക്ക് അതുവഴി ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. ഇത് മാറുകയാണല്ലോ. അങ്ങനെ സംസ്ഥാന ബാധ്യത വന്നാൽ എന്താവും അവസ്ഥ? ആ ബാധ്യത നേരത്തെ അത് പ്രത്യേകിച്ച് ഈ പറയേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അടുത്തൊരു വർഷം മാത്രം കേരളത്തെ സംസ്ഥാനത്തിനുണ്ടാകുന്നത് ഏതാണ്ട് 2000 കോടി രൂപയുടെ അധിക ബാധ്യതയായിരിക്കും. ഈ 2000 കോടി രൂപയുടെ അധിക ബാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. നിങ്ങളുടെ സംസ്ഥാനം ഇത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്ത് കോട്ടയാണ് നമുക്ക് തരാൻ പോകുന്നത്? നമ്മളെങ്ങനെയാണത് വിഭാവനം, നമ്മളെങ്ങനെയാണത് ആസൂത്രണം ചെയ്യുക? ഒരു വലിയ പ്രയാസമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ മറ്റു മേഖലകളിൽ നമുക്ക് ചെലവഴിക്കാനുള്ള തുകയിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടാവും. ആ ഗണ്യമായിട്ടുള്ള കുറവ് നമ്മുടെ മറ്റുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെ, ഉൽപ്പാദന മേഖലയിലെ പ്രവർത്തനങ്ങളെയൊക്കെ പലതരത്തിൽ ബാധിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം.